ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. കഴിഞ്ഞ പെസഹ പുലരിയിൽ ഓർമ്മിച്ചത് കമലാദാസിൻ്റെ കഥയാണ്. നെയ്പായസം ഇങ്ങനെ ഉള്ളിൽ ചൂണ്ടക്കൊളുത്ത് കണക്ക് നമ്മൾ വിഷമിപ്പിക്കുന്നൊരു കഥ. ഒരു ചെറിയ വീട്, അമ്മ രാവിലെ യാതൊരുവിധ ധാരണയുമില്ലാതെ, അത്ര ഒരു സൂചനയുമില്ലാതെ എന്ന അമ്മ മരിച്ചു പോവുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് അമ്മയെ ചിതയിൽ വെക്കുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് അച്ഛൻ മടങ്ങി വരിക. ചെറിയ കുട്ടികളാണ്. അവർ പറയുന്നു, അച്ഛ വിശക്കുന്നു. ഒരു കാപ്പി തിളപ്പിച്ച് പോലും പരിചയമില്ലാത്ത ഒരാളാണ്. എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങുമെന്ന് അയാൾക്ക് പിടുത്തമില്ല. അടുക്കളയിൽ കയറി ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു പാത്രത്തിൽ എന്തോ മൂടി വെച്ചിട്ടുണ്ട്. അതായിരുന്നു ഈ സ്ത്രീ ഈ ഭൂമിയിലേക്ക് വെച്ച് അവസാനമായി ചെയ്ത, കടന്നു പോകുന്നതിന് മുമ്പ് ഒടുവിലായിട്ട് ചെയ്ത ഒരു ധർമ്മം. കുറച്ച് നെയ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനത് മക്കൾക്ക് വിളമ്പി കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ പറയുന്നു, അമ്മ എന്ത് വെച്ചാലും എന്ത് രുചിയാണല്ലേ. നല്ല കണ്ണ് നിറഞ്ഞൊഴുകയാണ്. ഈ കഥ നിങ്ങൾക്ക് പിടുത്തം കിട്ടുമെങ്കിൽ പെസഹ നന്നായിട്ട് പിടുത്തം കിട്ടും. ഒരാൾ മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരാൾ കൈമാറുന്ന അവസാനത്തെ അനുഭവം അത് ഭക്ഷണത്തിലൂടെ ആവണമെന്ന് അയാൾ നിശ്ചയിച്ചു. കാരണം ഭക്ഷണം വല്ലാത്തൊരു ഓർമ്മയാണ്. വിശേഷം ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ കഴിച്ച ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് പലയിടങ്ങളെക്കുറിച്ചും വീടുകളെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ പോലും നമ്മൾ നിലനിർത്തുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നു, അപ്പോഴൊക്കെ നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണമല്ല മറിച്ച് എന്നെയാണ്. നെയ്പായസം കഴിക്കുന്ന കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ കഴിക്കുന്ന അമ്മയെ തന്നെ. പെസഹ അങ്ങനെ വല്ലാത്ത നമ്മുടെ അടിമുടി ഉലക്കുന്നൊരു ദിവസമാണ്. ഒരിത്തിരി ധ്യാനത്തിലും നിശബ്ദയിലുമൊക്കെ പെസഹായെ സമീപിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വല്ലാത്ത രൂപാന്തരീകരണ ജീവിതത്തിൽ കൊടുക്കുന്ന അപൂർവം ചില ദിനങ്ങളൊന്നാണത്. ഒരു 18 മണിക്കൂറിൻ്റെ ഒരു കഥയാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിചാരങ്ങളൊക്കെ സാധ്യമായിട്ടും ഇത്തവണ എൻ്റെ മനസ്സിലേക്ക് വന്ന അതാണ്, വെറുതെ വളരെ കുറച്ച് യാമങ്ങൾ മാത്രമുണ്ടെന്ന് കരുതുന്ന തിരിച്ചറിഞ്ഞ ഒരാളുടെ മേശ. ആ തിരിച്ചറിവ് അല്ല എന്തുമാത്രം തിടുക്കം സൃഷ്ടിച്ചിട്ടുണ്ടാകും. ആ തിടുക്കം എന്ന് പറയുന്ന ഒരു വാക്ക് അതിന് വല്ലാത്തൊരു മുഴക്കം കിട്ടുന്നുണ്ട് പെസഹ ദിനത്തിൽ. വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ആ വാക്ക് ഒന്ന് പരിചയിക്കുന്നുണ്ട്. മേരി ഇങ്ങനെ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയി. അത്തരം ഒരു തിടുക്കത്തിൽ തന്നെയാണ് സുവിശേഷ ആ ഒരു കഥകൾ അവസാനിക്കുന്നത്, സുവിശേഷ പാരായണം അവസാനിപ്പിക്കേണ്ടതും. പിന്നെ ഒരാൾ തിടുക്കത്തിൽ നിൽക്കുകയാണ്. പെസഹയ്ക്ക് അങ്ങനെ ഒരു തിടുക്കത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. കുറച്ച് സമയം മാത്രം തൊട്ട് മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് അയാളുടെ മുമ്പ് വേറെ പോംവഴികളില്ല. എങ്ങനെയാണ് പെസഹ ഭക്ഷിക്കേണ്ടതെന്നൊക്കെ യഹൂദർക്ക് കൃത്യമായ അനുശാസനങ്ങളുണ്ടായിരുന്നു. അത് ഭക്ഷിക്കുമ്പോൾ ഒരു കയ്യിൽ വടിയുണ്ടാവണം, അരമുറുക്കണം, കാലിൽ ചെരുപ്പുണ്ടാവണം. യാത്രയാണ്. ഒരു ഞൊടിയുടെ പോലും വിശ്രമിക്കാനായിട്ടുള്ള നേരമില്ല. യാത്രയ്ക്ക് മുമ്പ് തിടുക്കത്തിൽ ചെയ്യേണ്ട ഒന്നായിട്ടാണ് ആ പെസഹയുടെ ശരീരഭാഷ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പശ്ചാത്തലം, അതുമായി ബന്ധപ്പെട്ട യേശു കടന്നു പോകാൻ പോകുന്ന അനുഭവം, ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഒരു തിടുക്കത്തിൻ്റെ രാവായിട്ട് പെസഹ മാറുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ തൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഒരാൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ആ ദിവസങ്ങളിൽ തന്നെ 2 സ്നേഹിതർ കൂടി ചേർന്നിട്ട് എനിക്കൊരു പുസ്തകം സമ്മാനിച്ചു. അത് വിജയീശ്വരുടെ പുസ്തകം. പക്ഷേ വായനയിൽ താല്പര്യമുള്ളവർ കുറച്ച് അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. വളരെ കൺവിൻസിങ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നൊരു എഴുത്തുകാരനാണ്. നമ്മുടെ പതിവ് രീതികളിൽ നിന്നൊക്കെ ഇത്തിരി മാറി വരികൾക്കകത്തൊക്കെ ഇത്തിരി അല്ലെങ്കിൽ വളരെയധികം പ്രകാശമൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന രചനകളായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് 2 Minutes ഫ്രം ആബീസ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഭാഗ്യവശാൽ ആ ദിവസങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്. ഒരു ഹിമാലയൻ റാലിയുടെ ഇടയിൽ വാഹനോട്ടം ഉണ്ടല്ലോ, ഈ മനുഷ്യൻ ഒരു ക്ലിഫിനോട് ചേർന്ന്, ഒരു കൊടുമുടിയോട് ചേർന്ന്
തപസ്സിലായിരിക്കുന്ന ഒരു യോഗിയെ കാണുന്നു. ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊക്കയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ദൃശ്യം. ഒരു ദ്വിഭാഷ വഴിയായിട്ട് അയാൾ അന്വേഷിക്കുന്നുണ്ട്, ഈ ഇത്രയും അപകടം പിടിച്ചൊരു ഇടത്തിൽ എന്തിനാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് ആ യോഗി കൊടുത്ത ഉത്തരം ഇതായിരുന്നു: ആരാണ് 2 മിനിറ്റ് അകലത്തിലല്ലാതെ ഈ ആബീസിൽ നിന്ന്, ഈ കൊക്കയിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്നത്? അവനോട് പറയുക, എല്ലാവരും വെറുതെ 2 മിനിറ്റ് അകലത്തിലാണ് തങ്ങളുടെ ആബീസിൽ നിന്ന്, തങ്ങളുടെ ആ ഒരു പതിക്കാൻ പോകുന്ന ഇടത്തിൽ നിന്ന്. അത് വല്ലാത്തൊരു പ്രകാശം ജീവിതത്തിന് തരുന്നുണ്ട്. അവനവൻ പതിക്കാൻ പോകുന്ന ആ അവസാനത്തെ ഇടം, ആ കടശിക്കളിക്ക് ഏതാനും നിമിഷം മാത്രമേ ഉണ്ടെന്നുള്ള അറിവ് ഒരാളുണ്ടാക്കുന്ന വ്യത്യാസം. സ്വാഭാവികമായിട്ട് ആ വ്യത്യാസത്തിൽ ജീവിതത്തെ മുഴുവൻ ഒന്ന് പുനർനിർണ്ണയിക്കാനായിട്ടും നിർവചിക്കാനുമൊക്കെ ആയിട്ട് നമുക്കൊരു ഊഴം കിട്ടുന്നു. കലയും രോഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഗ്രന്ഥങ്ങളും പഠനങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. വിശേഷിച്ചും ക്ഷയരോഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കാലത്ത് അത്തരം രോഗാതുരതയിലൂടെ കടന്നുപോയ മനുഷ്യരുടെ പ്രതിഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ കടന്നിട്ടുണ്ട്. ചില വളരെ കൃത്യമായ ബന്ധം പ്രതിഭയും രോഗവും തമ്മിലുണ്ടെന്ന മറ്റുള്ള പഠനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ രോഗം അതിൽ തന്നെ ഒരാളുടെ പ്രതിഭയെ ഏതെങ്കിലും തരത്തിൽ ഉദ്ദീപിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചൊരു യുക്തിയുടെ ഒരു പിൻബലം കുറവാണ്. എന്നാൽ രോഗം തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെ കുറക്കുന്ന അറിവ് കിട്ടിയ ഒരാൾക്ക് കുറേ കൂടി ജീവിതത്തെ ഏകാഗ്രമാക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അത് അയാളുടെ പ്രതിഭയെ കുറേ കൂടി ഇങ്ങനെ മൂർച്ചയുള്ളതാക്കി മാറ്റുന്നു. അയാളുടെ കാഴ്ചപ്പാടുകളെ കുറേ കൂടി ഇങ്ങനെ വൺ പോയിൻറ്റഡ്നെസ്, ആ ഏകാഗ്രത എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയർത്തുന്നു. ഒത്തിരി കവികളുണ്ട്, കിഡ്സൊക്കെ അതിൽപ്പെട്ട. ബൈറനുണ്ട്, സൂസൻ സർഗാഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതിനകത്ത് ഗ്രന്ഥങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. രോഗത്തെ ഒരു മെറ്റഫർ എന്ന നിലയിൽ തന്നെ കണക്കാക്കിക്കൊണ്ടുള്ള അവരുടെ പ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്. അതിനകത്തൊക്കെ ഈ രോഗാതുരതയും പ്രതിഭയും തമ്മിലുള്ള ബന്ധത്തെയൊക്കെ കുറിച്ചൊക്കെ പഠനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നിശ്ചയമായും ചങ്ങമ്പുഴ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന അക്കാലങ്ങളിൽ മാരകമായിരുന്നു കരുതാവുന്ന ഒരു രോഗം. ഇപ്പം നിശ്ചയമായിട്ടും ആ ചികിത്സയുള്ളതും വളരെ ലളിതമായിട്ട് അഭിമുഖീകരിക്കാൻ ചെയ്യാവുന്ന രോഗമായത്. പക്ഷേ ആ ഒരു കാലത്തിനകത്ത് വലിയ പേടിയുണ്ടാക്കിയിരുന്ന രോഗമായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് കളിത്തൊഴി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ കളിത്തൊഴി എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അതിലെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ക്ഷയരോഗം പിടിപെട്ടവരാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് തനിക്ക് ഈ രോഗാതുരത ഉണ്ടെന്നൊക്കെ ഈ മനുഷ്യൻ തിരിച്ചറിയുക. ഇതൊക്കെ ഇവരുടെ ജീവിതത്തെ കുറേ കൂടി തിടുക്കമുള്ളതാക്കി മാറ്റി. നമുക്ക് ചിലപ്പോൾ സങ്കല്പിക്കാൻ പറ്റാത്ത വേഗത്തിൽ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വോളിയത്തിലൊക്കെ അവരെഴുതുന്നതിന് പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം ഒരു തിടുക്കുക. ഒരു തിടുക്കം, അവനവൻ്റെ ജീവിതം കളമൊഴിഞ്ഞു പോകുന്നതിന് വളരെ കുറച്ച് നേരമേ ഉള്ളെന്നുള്ളൊരു തിടുക്കം ഉണ്ടാക്കുന്നൊരു വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. ആഫ്രിക്കൻ കാടുകളിലെ മൃഗങ്ങളെ പരാമർശിച്ച് പറയുന്ന കണക്കാണ്. അവിടെ ഒരു മാൻപേട ഉണരുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ട്, ഇന്ന് എൻ്റെ പിന്നാലെ വരാൻ സാധ്യതയുള്ള ഏറ്റവും വേഗതയുള്ള വേട്ടമൃഗത്തെക്കാൾ ഞാൻ വേഗത്തിൽ ഓടണം, എന്നാലും എനിക്ക് നിലനിൽക്കാനായിട്ട് പറ്റും. അതേസമയത്ത് തന്നെ ഇതേ കാടിൻ്റെ വേറൊരിടത്ത് ഒരു സിംഹം ഉണരുന്നുണ്ട്. സിംഹത്തിനറിയാം ഏറ്റവും വേഗതയുള്ള മാനിനേക്കാൾ വേഗത്തിൽ ഓടിയെങ്കിൽ മാത്രമേ തനിക്ക് ഇര കിട്ടുള്ളൂ. അപ്പോൾ വേട്ടക്കാരനായാലും ഇരയായാലും ഈ വേഗത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ചെറിയ ഒരു കാലമേ അവനവൻ അനുവദിച്ചിട്ടുള്ള എന്ന ആ ഒരു അറിവിലുണ്ടാകുന്ന വല്ലാത്തൊരു ഫിലോസഫിക്കലായൊരു അപ്രോച്ചുണ്ട് ലോകത്തിൽ. ഇങ്ങനെ ഭീമനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഭീമന് കാര്യമായ ധ്യാനവും തത്വവിചാരങ്ങളൊക്കെ ഉള്ള ഒരാളായിട്ടല്ല ആ പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുക. കുറച്ച് ഒരു തടിയുള്ളവരിൽ നമ്മൾ ആക്ഷേപിക്കുന്ന ഒരു കോമാളിത്തരം എന്ന് പറയുന്നത് പോലും അയാളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നു. നമുക്ക് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടും ഇന്ദ്രപ്രസ്ഥയിൽ യുധിഷ്ഠിരനെ കാണാനായിട്ട് വന്ന ഒരു സ്ത്രീ, അവർക്ക് വളരെ കൃത്യമായ ഇടപെടൽ ആവശ്യമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. എന്നിട്ടും ധർമ്മപുത്രർ പറയുന്നത്, നീ നാളെ വരാനാ, നാളെ വരിക എന്ന് പറഞ്ഞ് അവൾ മടങ്ങിപ്പോകുമ്പോൾ ഭീമൻ ഇങ്ങനെ ഉറക്കച്ചിരിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചിരിക്കണം, എന്തിനാ ചിരിക്കാത്തൊരു പരിഹാസമുണ്ട്. അപ്പോൾ ഈ ഭീമൻ യുധിഷ്ഠിരനോട് പറയുന്നത് എങ്ങനെയാണ്, അല്ല എൻ്റെ ജ്യേഷ്ഠൻ എത്ര വലിപ്പമുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് മരണത്തെ പോലും തോൽപ്പിക്കാൻ പറ്റും. കാര്യം വ്യക്തമാണ്.
നാളെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ വരുമ്പോൾ ഇയാളുണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ സാധാരണക്കാരായ മനുഷ്യർ ഓരോരോ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവരോട് നാളെ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഓഫീസർ തൊട്ടുള്ളവർ ഇങ്ങനെ ഓർത്ത് വിചാരിക്കേണ്ട ഒരു കഥ തന്നെ ഇത്. എന്തുറപ്പാണ് നമുക്ക് ഓരോന്നൊക്കെ നാളെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? ഒരു തിടുക്കം ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട തിരുവത്താഴ മേശയിൽ ആ തിടുക്കം കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ഒരു നെഗറ്റീവായ വിചാരമല്ല, അങ്ങനെയും ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ജീവിതം വളരെ ചെറുതാണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർക്ക് പെട്ടെന്ന് വല്ലാത്തൊരു നിരാശയും വല്ലാത്തൊരു വിഷാദവും ഒക്കെ അവരെ പിടികൂടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാലും പൊതുവെ ഇതൊരു ഗുണപരമായൊരു അനുഭവമായിട്ടാണ് പലപ്പോഴും കണ്ടെത്തുക. എന്തെങ്കിലും രോഗം നിങ്ങളോടൊപ്പം ഉണ്ടെന്നോ നിങ്ങളുടെ ആയുസ് കുറവാണെന്ന് അർത്ഥമൊന്നുമില്ല. ഓരോ ദിവസവും ഈ ദിവസത്തിൻ്റെ ഭംഗിയിൽ ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രകാശം ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ ഇത്തരം വിചാരങ്ങൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ഒരു ആ തിടുക്കത്തിൻ്റെ അത്താഴമേശയിൽ സംഭവിച്ച എന്തൊക്കെയാണ്? എനിക്കൊന്ന് ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ ഇങ്ങനെ തൻ്റെ മണിക്കൂറുകൾ കുറച്ചേ ഉള്ളം തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഭംഗിയായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ബാധ്യതയുണ്ട്. ഇതൊക്കെ ഈ ഊട്ടുമേശയിൽ സംഭവിക്കുന്നുണ്ട്. യേശു തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവിൻ്റെ ഏറ്റവും വലിയൊരു സഫലത എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട്, അപ്പോൾ എന്നെ ഏൽപ്പിച്ച ഒരാളെയും ഞാൻ കൈവിട്ട് കളഞ്ഞിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു ഏതൊരു മനുഷ്യനും ഒരു സാഫല്യത്തോടെ കടന്നു പോകണമെങ്കിൽ അത് പറയാനുള്ള ധൈര്യം ഉണ്ടാണ്. എന്നെ ഏൽപ്പിച്ച ഒരാളെയും ഞാൻ കൈവിട്ട് കളഞ്ഞിട്ടില്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പള്ളിക്കൂടം പൂട്ടുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപിക പറയണം, 45 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇത്തവണത്തെ ബാച്ചിൽ, എന്നെ ഏൽപ്പിച്ച ഒരാളെ ഞാൻ കൈവിട്ട് കളഞ്ഞിട്ടില്ല. ദമ്പതികളെന്ന നിലയിൽ ഒരു ദിവസം നിങ്ങൾ ചേർത്ത് പിടിച്ച കൈകളിലൊന്ന് തണുത്തു പോകുമ്പോൾ കണ്ണുടച്ചുകൊണ്ട് സ്വയം പറയണം, എന്നെ ഏൽപ്പിച്ച ഒരാളെ അപ്പ ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളെ, എൻ്റെ മടിത്തട്ടിലേക്ക് വന്ന കുഞ്ഞുങ്ങളെ ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ അവനവൻ്റെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യാനായിട്ട്, അവനവൻ്റെ ലോകത്തെ തിരിഞ്ഞു നോക്കാനായിട്ട് ഈ തിടുക്കത്തിൻ്റെ ചില വിചാരങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. യേശുവിനെ കണക്ക് എന്നെ ഏൽപ്പിച്ച ഒരാളെയും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. മിക്കവാറും പേർക്ക് അതിനുള്ള ബലമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ചെറിയ ആയുസിനിടയിൽ എത്ര പേരെയാണ് നമ്മൾ വിട്ട് കളഞ്ഞത്? ആരംഭത്തിലുണ്ടായിരുന്നവരൊക്കെ എവിടെ പോയി? ചങ്ങാതിമാരും പോലും എവിടെ പോയി? രണ്ടാമതായിട്ട് ഈ വർത്തമാനത്തെ അത് ഭംഗിയുള്ളതായിട്ട് കാണാനായിട്ട് പഠിപ്പിക്കും. ഇത്രയും കാലം ഒത്തിരി സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തിയറി ഉണ്ട്. ഒരു രോഗത്തിന് പേരുണ്ട്, ആ രോഗം കണ്ടുപിടിച്ച ആളുടെ പേര് അതായതുകൊണ്ടാണ് രോഗത്തിന് അങ്ങനെ പേര് വന്നത്. ഇത് അതേ പേര് തന്നെ ഉള്ള മറ്റൊരു വ്യക്തിയുടെ ഒരു കണ്ടെത്തലാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, ഈ നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവന് കൂടുതൽ സമയമുണ്ടെന്നുള്ള തോന്നലാണ്. കൂടുതൽ സമയമുണ്ടെന്ന് തോന്നലുള്ള ഒരു മനുഷ്യനും ഇങ്ങനെ സർഗാത്മകമായിട്ട് നിലനിൽക്കാനായിട്ട് പറ്റില്ല. പരീക്ഷാ ഹാളിലൊക്കെ 3 മണിക്കൂർ സമയം നൽകപ്പെടുന്ന കണക്കാണ്. ആ 3 മണിക്കൂർ സമയം നൽകപ്പെടുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ വളരെ സമയമെടുത്ത് അക്ഷരങ്ങൾ നന്നായിട്ട് മിനുക്കി ആ ചിത്രം എഴുതുന്ന കണക്കൊക്കെ ഇങ്ങനെ സമയമെടുത്തിട്ടൊക്കെയാണ് നമ്മൾ ആ പരീക്ഷാ പേപ്പർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ പിന്നെ അവശേഷിക്കുന്നൊരു 30 മിനിറ്റിനകത്ത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് 6-7 ചോദ്യങ്ങളുണ്ട്. ആ സമയത്തുണ്ടാകുന്ന ഒരു വേഗത. അപ്പോൾ കൂടുതൽ നേരം തരുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കൂടുതൽ ഭംഗിയാകണമെന്നോ കൂടുതൽ പൂർണ്ണമാകുന്ന അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു തിടുക്കത്തിൻ്റെ നിമിഷത്തിൽ നമ്മൾ നമ്മുടെ വർത്തമാനത്തെ ഭംഗിയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ചുറ്റിനും നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ പലരോടും ഫെയർ ആയിരുന്നില്ല. യു ആർ നോട്ട് ഫെയർ. അത് വല്ലാത്തൊരു കണ്ടെത്തലാണ്. ആ ഒരു കണ്ടെത്തലിലൊക്കെ തന്നെയാണ് നമുക്ക് പലതിനോടും മാപ്പ് ചോദിക്കണമെന്നൊക്കെ തോന്നുന്നത്. യേശുവിൻ്റെ കാര്യത്തിൽ അത്തരമൊരു കാര്യത്തിൻ്റെ ഒരു സാധ്യതയില്ല. എന്നാൽ പോലും യേശുവിൻ്റെ പാദക്ഷാളന കർമ്മവും വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി വെറുതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള വിചാരത്തിന് വേണ്ടി അതിനങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്രയും കാലം തനിക്ക് വേണ്ടിയെന്ന് കരുതപ്പെട്ടിരുന്ന മനുഷ്യരുടെ കാൽപാദങ്ങളെ നമസ്കരിക്കുക. പലതും നമ്മളിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡറാണ്. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് വേണ്ടി മേശയിൽ വിളമ്പിയ ഭക്ഷണവും നമുക്ക് വേണ്ടി നമ്മുടെ കാരണവന്മാർ കരുതി വച്ചിരുന്ന കാര്യങ്ങളും കുഞ്ഞുങ്ങൾ തരുന്ന സ്നേഹവും അവൾ കൈമാറുന്ന ആ ജീവിതവുമൊക്കെ നമുക്കുള്ള അർഹതയുള്ളൊരു കാര്യം, റൈറ്റാണെന്നാണ്. നമ്മൾ റൈറ്റാണെന്ന് കരുതിയ പല കാര്യങ്ങളും വാസ്തവത്തിൽ നമ്മുടെ ദാനമാണ്, നമുക്ക് ലഭിച്ച ദാനമാണ്, അവരുടെ സമ്മാനം മാത്രമാണ്, ഉപഹാരം മാത്രമാണ് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ മനുഷ്യർക്ക് വല്ലാത്ത വലിപ്പം ഉണ്ടാകുന്നത്. ആ വലിപ്പത്തിലാണ് നമ്മൾ നമ്മുടെ മേശയിൽ നിന്നിറങ്ങി ഓരോരുത്തരെയും കാൽപാദങ്ങൾ നമസ്കരിക്കുന്നത്.
നമുക്ക് എപ്പോഴും ഒരു സങ്കല്പമുണ്ട്, ഇങ്ങനെ മാതാപിതാക്കളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ ഉള്ളൊരു അത്തരം ഒരു വിചാരത്തിൻ്റെ ഒരു വല്ലാത്തൊരു പൊളിച്ചെഴുത്തുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഇവർ ചിരഞ്ജീവികളാണ്, ഇപ്പോൾ ഒരു കാലത്തും നമ്മളെ വിട്ടുപോകില്ല. പക്ഷെ അവർ വിട്ടുപോയി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് വി വർ നോട്ട് ഫെയർ. ഓരോരുത്തരുടെയും ഇങ്ങനെ കാൽപാദങ്ങൾ കഴുകിയിട്ട് യേശു അവരെ വിളിക്കുന്ന വാക്ക് ഇങ്ങനെ സ്നേഹിത എന്നാണ്. ഈ രാത്രിയിൽ, ഈ മടങ്ങിപ്പോകുന്ന രാത്രിയിൽ, മടങ്ങിപ്പോകുന്ന ഉറപ്പുള്ള ഇത്തരം യാമങ്ങളിൽ നമ്മൾ സംഭവിക്കുന്ന വർത്തമാനമായി ബന്ധപ്പെട്ട പ്രകാശം അതുതന്നെയാണ്. മനുഷ്യരെ കുറേ കൂടി ആദരപൂർവ്വം കാണാനായിട്ട് നമുക്ക് പറ്റുന്നു. നമ്മളവരെ കണ്ണുകളിൽ നോക്കുന്നു, നമസ്കരിക്കാൻ തയ്യാറാവുന്നു. ഇത്രയും കാലം ഈ ഒരു കൂട്ടോട്ടങ്ങൾക്കിടയിൽ അത്തരം ഒരു നമസ്കാരമോ അത്തരം ഒരു നോട്ടമോ അത്തരം ഒരു ചേർത്ത് പിടിക്കലൊന്നും നമ്മൾ നൽകിയിട്ടില്ല. ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി വർത്തമാനത്തെ പ്രകാശിപ്പിച്ച് ഭാവിയിലേക്ക് ഉറ്റുനോക്കി കടന്നു പോകുന്ന തിടുക്കമുള്ള ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അത്താഴം. ആ അത്താഴത്തിൽ എല്ലാം പ്രധാനപ്പെട്ടാണ്. ഈ രാത്രി കഴിക്കുന്ന അത്താഴം അവസാനത്തെ അത്താഴമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വെച്ച് വിളമ്പിയ സ്ത്രീയെ നിങ്ങൾ ചേർത്ത് പിടിക്കും. ഇല്ലെങ്കിൽ ഈ കൂട്ടാൻ നല്ലതാണ്, ഇല്ലെങ്കിൽ ഈ ഒരു ഇത്രയും കാലം നീ എനിക്ക് വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും വെച്ച് വിളമ്പിയതിനെക്കുറിച്ച് നാളെ പറയാമെന്നൊക്കെ ഓർമ്മിച്ച് നമ്മളൊരു പക്ഷേ ഒന്നും പറയാതെ നമ്മളിൽ നിന്ന് നല്ല വാക്കോ ഒരു ചേർത്ത് പിടിക്കില്ല നമ്മൾ ഉറ്റവരൊക്കെ കടന്നു വന്നിരിക്കും. അപ്പോൾ ഓരോന്നിനും യേശു ആ കൃത്യമായിട്ട് ശ്ലാഘിക്കുന്നുണ്ട്. ഒടുവിലായിട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്ക് ഉറ്റു നോക്കുക, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ടാടാൻ പോവുക, എന്തായിട്ട് നിലനിൽക്കാനായിട്ട് ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യൻ പറയുന്നത് അപ്പമായിട്ട് നിലനിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴൊക്കെ മനുഷ്യർ അപ്പം പൊട്ടിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ എൻ്റെ തന്നെ ഓർമ്മകളാണ് ഇങ്ങനെ പങ്കിട്ടെടുക്കുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾ ഈ പാനപാത്രത്തിൽ വീഞ്ഞ് വിളമ്പുന്നു അപ്പോഴൊക്കെ ആ വീഞ്ഞ് പാത്രത്തിൽ ഇങ്ങനെ പതയുന്ന ആ ചുവന്ന വീഞ്ഞ് എൻ്റെ തന്നെ ആ സ്നേഹത്തിൽ ചൊരിഞ്ഞ് രക്തമാണെന്നൊക്കെ പറയുന്നൊരു സങ്കല്പം. അത്തരം ഒരു കൈമാറ്റം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അയാളുടെ തിടുക്കത്തിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന വല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഷഫ്ലിംഗ് ഉണ്ട്. ചീട്ടൊക്കെ കശക്കുത്ത് കണക്കാണ്. നേരത്തെ മോളിരുന്ന ചീട്ട് താഴെ വരുന്നു, താഴത്തെ ചീട്ട് മോളിൽ വരുന്നു. അങ്ങനെ ജീവിതത്തെ അടിമുടി പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് ഒരുപക്ഷെ ആ തിടുക്കമെന്ന് പറയുന്ന വിചാരം. ഓരോരുത്തർക്കും അവരുടെ ജീവിതം പെസഹ കണക്ക് ഭക്ഷിക്കാവുന്നേ ഉള്ളൂ. കുറേ കാലം ജീവിക്കുന്നുള്ളതൊക്കെ ഒരു ഗ്രേസ്, ഒരു വലിയൊരു അനുഗ്രഹമൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ പോലും ഈ ചെറിയ കാലം ജീവിച്ചെന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമല്ല. നമുക്കറിയാവുന്ന കണക്ക് ഇങ്ങനെ ആമകൾക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ്. വിശേഷിച്ചും ഇങ്ങനെ പരിണാമ സിദ്ധാന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരാമർശിക്കപ്പെടുന്ന ആ ഗാലപ് ഗ്യാസ് എന്ന് പറയുന്ന ആ ദ്വീപിനകത്തുള്ള ആമകൾക്ക് വളരെ കൂടുതൽ ദൈർഘ്യമുണ്ടെന്ന് പറയും, ജീവിതായുസുണ്ടെന്നാണ് പറയുക. എന്നാൽ അതിനൊരു ചുവട് വെക്കാനായിട്ട് എന്ത് സമയം എടുക്കേണ്ടതായിട്ട് വരും? ഒരു ചിത്രശലഭത്തിനാവട്ടെ ഒരു 3 ദിവസത്തിൻ്റെ ആയുസേ ഉള്ളൂ. എന്നിട്ടും ഇത്രയും വർഷങ്ങൾ 250-300 വർഷങ്ങൾ ഒരു ആമ ജീവിച്ചതും ഒരു ചിത്രശലഭം 3 ദിവസം കൊണ്ട് ജീവിക്കുന്ന ജീവിതവും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ജീവിതത്തിന് ദൈർഘ്യമുണ്ട് എന്നത് മാത്രം ജീവിതത്തിൻ്റെ ആ ഒരു ഗുണമേന്മയുടെ മാനദണ്ഡമായിട്ട് എടുക്കരുത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഓർമ്മകളിൽ നമ്മൾ ഇത്രയും കണ്ണു നിറയുകയും നമസ്കരിക്കുകയും ഹൃദയം പ്രകാശിക്കുകയും ചെയ്യുന്നത്? ആമേൻ. എന്തുകൊണ്ടാണ് എല്ലാ വിരുന്നുകളും ഒരു നീണ്ട നിലവിളിയിൽ മാത്രം അവസാനിക്കുന്നത്? പകരുന്ന വീഞ്ഞിൽ കണ്ണീരിൻ്റെ കയ്പും ചവർപ്പും പടരുന്നതെന്തേ? വിരുന്നുണ്ടെന്ന് പറയരുത്, വിളമ്പുന്നവൻ്റെ ഹൃദയം തിരികലിലെ ധാന്യമണി പോലെ നുറുക്കപ്പെടുന്നത്. നാളെയും നിങ്ങൾക്ക് അത്താഴമുണ്ടാകും. കുഞ്ഞുമക്കളെ മടിയിലിരുത്തി കൈപ്പുണ്യങ്ങളെ ധ്യാനിച്ച് മനസ്സ് നിറഞ്ഞ് മതിയെന്ന് പറഞ്ഞ് അവനിത് ഒടുവിലത്തെ അത്താഴം. ഇപ്പോൾ എനിക്ക് എല്ലാത്തിനോടും ഇഷ്ടം തോന്നുന്നു, മേശയിൽ വിളമ്പിയ ഈ കൈപ്പിലകൾ പോലും. മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ദീപം ദീപം ദീപം